ഗസ നഗരത്തിലെ 30ഓളം പാർപ്പിട സമുച്ചയങ്ങളാണ് ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരിക്കുന്നത്. നിരവധി ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഈ സൈന്യം പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തോളം പാലസ്തീനികൾ ഉള്ള ഒരു നഗരമാണ് ഈ ഗസ നഗരം. ഇത് പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതേസമയം ഈ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിനെ ആക്രമിച്ചതും അതുപോലെ ഈ അറബ് ലോകത്തെ അകറ്റിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്ന് അമേരിക്ക ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നേരിട്ട് കേൾക്കാനാണ് റൂബിയോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ റൂബിയോയുടെ സന്ദർശനമെന്നാണ് നെതന്യാഹു റൂബിയോ കണ്ടതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായക അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് നടക്കും. പശ്ചിമേഷ്യ സാധാരണ നിലയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞുവെന്ന ഒരു പ്രമേയം ഈ ഉച്ചകോടിയിൽ അവതരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ പ്രമേയത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഖത്തറിനെതിരായ ക്രൂരമായ ഇസ്രയേലി ആക്രമണവും അതുപോലെ വംശഹത്യ, പട്ടിണി, വംശീയ ഉന്മൂലനം, ഉപരോധം എന്നിവയുൾപ്പെടെ ഇസ്രയേലിന്റെ തുടർച്ചയായ ശത്രുതാപരമായ പ്രവൃത്തികളൊക്കെ ഈ മേഖലയിൽ സമാധാനത്തിന് ഭീഷണിയാണെന്നുള്ള ഒരു പ്രമേയമായിരിക്കും കൊണ്ടുവരാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം ഈ വംശഹത്യ ആരോപണം ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും നിഷേധിച്ചിരിക്കുകയാണ്. നെതന്യാഹു പറയുന്നത് അവസാന ബന്ദിയെയും കിട്ടും വരെ ഹമാസിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ്. ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കുന്നതോടെ ഇനിയും ബാക്കിയുള്ള ഈ ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലക്ഷ്യം കാണുമെന്ന് നെതന്യാഹു പറയുന്നു. അതേസമയം ഇസ്രായേലിന്റെ പ്രവൃത്തി മൂലം ഹമാസുമായുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും അവസാനിപ്പിക്കില്ല എന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിനും US ഒപ്പം ഈ ശ്രമങ്ങൾ തുടരുമെന്നാണ് ഖത്താരി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽത്താനി അറിയിച്ചിരിക്കുന്നത്.